Hello dear students. അപ്പോൾ നമ്മൾ ജൂനിയർ ഇൻസ്ട്രക്ടർ ഫ്രണ്ട് ഓഫീസ് മാനേജ്മെൻറ്റിലെ വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ എന്നുള്ള ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. കമ്പ്യൂട്ടറൊക്കെ സാധാരണ കോമൺ ആയിട്ട് PSC എക്സാംസിന് ചോദിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എഴുതുന്ന ബാക്കി മറ്റ് PSC എക്സാംസിനും നിങ്ങൾക്കിത് ഹെൽപ്ഫുള്ളാവും. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മൈക്രോസോഫ്റ്റ് ഓഫീസ് ഈസ് ഡെവലപ്ഡ് ബൈ ഡാഷ്. മൈക്രോസോഫ്റ്റ് കോർപ്പറേഷനാണ് മൈക്രോസോഫ്റ്റ് ഓഫീസ് ഡെവലപ്പ് ചെയ്തത്. നെക്സ്റ്റ്, മൈക്രോസോഫ്റ്റ് ഓഫീസിന് ഈസ് ആൻഡ് ഡാഷ്. ഇതെന്താണ്? ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് എ വേർഡ് പ്രോസസ്സർ. വേർഡ് പ്രോസസ്സറാണ് MS വേർഡ്. അറ്റ് പ്രസൻറ്റ് ദ മോസ്റ്റ് പോപ്പുലർ വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ ഈസ് ഡാഷ്. ഇപ്പോൾ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ ഏതാണെന്ന് ചോദിച്ചാൽ അത് മൈക്രോസോഫ്റ്റ് വേർഡ് ആണ്. വിച്ച് ബട്ടൺ ഈസ് സിമിലർ ടു ദ ഫയൽ മെനു ഇൻ MS വേർഡ് 2003. MS വേർഡ് 2003 ഫയൽ മെനുവിന് സിമിലർ ആയിട്ടുള്ള ബട്ടണാണ് ഓഫീസ് ബട്ടൺ. ഇൻ MS വേർഡ് ദ ഫെമിലിയർ ആൻഡ് റിപ്പീറ്റഡ് ഫങ്ഷൻ ടൂൾസ് ക്യാൻ ബി കെപ്റ്റ് ഇൻ ഡാഷ്. MS വേർഡിൽ ഫെമിലിയർ ആയിട്ടുള്ളതും റിപ്പീറ്റഡ് ആയിട്ടുള്ള ഫങ്ഷൻ ടൂൾസ് നമ്മൾ കീപ്പ് ചെയ്യുന്നത് എവിടെയാണ്? ക്വിക്ക് ആക്സസ് ടൂൾ ബാറിലാണ്. നെക്സ്റ്റ്, വിച്ച് ബാർ ഷോസ് ദ നെയിം ഓഫ് ദ കറൻ്റ്ലി ആക്റ്റീവ് ഡോക്യുമെൻറ്റ് ഇൻ MS വേർഡ്. ഏത് ബാറാണ് കറൻ്റ്ലി ആക്റ്റീവ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ് MS വേർഡിൽ കാണിക്കുന്നത്? ടൈറ്റിൽ ബാറാണ് അല്ലേ? ടൈറ്റിൽ ബാറാണ് ഏറ്റവും ഇപ്പോൾ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഡോക്യുമെൻറ്റ്, അതിൻ്റെ പേര് കാണിക്കുന്നത്. ദ ലൈൻ ബിലോ ദ ടൈറ്റിൽ ബാർ ഈസ് ഡാഷ്. ടൈറ്റിൽ ബാറിന് താഴെയുള്ള ലൈനാണ് മെനു ബാർ. ദ വെർട്ടിക്കൽ സ്ക്രോൾ ബാർ ഈസ് യൂസ് ടു മൂവ് ദ ഡോക്യുമെൻറ്റ് അപ്പ് ആൻഡ് ഡൗൺ. വേർട്ടിക്കൽ സ്ക്രോൾ ബാർ ഈ കമ്പ്യൂട്ടറിൻ്റെ ഈ അറ്റത്ത് നമുക്ക് താഴത്തേക്ക് വെർട്ടിക്കലായിട്ട് സ്ക്രോൾ ചെയ്യാനുണ്ട് അല്ലേ? അപ്പ് ആൻഡ് ഡൗൺ പൊസിഷനിലാണ് അത് മൂവ് ചെയ്യാൻ പറ്റുക. ഇൻ MS വേർഡ് വിച്ച് ഈസ് യൂസ് ടു സ്വിച്ച് ദ വ്യൂ മോഡ് ടു ദ ആക്റ്റീവ് ഡോക്യുമെൻറ്റ്. MS വേർഡിൽ ഏതാണ് നമ്മുടെ വ്യൂ മോഡിനെ ആക്റ്റീവ് ഡോക്യുമെൻ്റായിട്ട് സ്വിച്ച് ചെയ്യാനായിട്ട് സഹായിക്കുന്നത്? മാക്സിമൈസ് ബട്ടണാണ് അല്ലേ? സ്ക്രീൻ വലുതാക്കാനായിട്ടുള്ളത്. വിച്ച് ബാർ ഈസ് യൂസ് ടു മൂവ് ദ ഡോക്യുമെൻറ്റ് അപ്പ് ആൻഡ് ഡൗൺ ടു വ്യൂ ദ എൻറ്റയർ ഡോക്യുമെൻറ്റ്. എൻറ്റയർ ഡോക്യുമെൻറ്റ് കാണാനായിട്ട്, ഡോക്യുമെൻറ്റിനെ അപ്പ് ആൻഡ് ഡൗൺ മൂവ് ചെയ്യാനായിട്ട് നേരത്തെ നമ്മൾ പറഞ്ഞു ഏതാണ്? വേർട്ടിക്കൽ സ്ക്രോൾ ബാറാണ് യൂസ് ചെയ്യുന്നത്. ക്വിക്ക് ആക്സസ് ടൂൾ ബാർ അത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ MS വേർഡ് വേർ ദ ക്ലോസ് ബട്ടൺ ഈസ് ലൊക്കേറ്റഡ്. ക്ലോസ് ബട്ടൺ എവിടെയാണ് ഉണ്ടാവുക? ടോപ്പ് റൈറ്റിൽ, ഏറ്റവും വലത് ഈ അറ്റത്താണ്, ടോപ്പ് റൈറ്റ് കോർണറിലാണ് ക്ലോസ് ബട്ടൺ ഉണ്ടാവുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഷോസ് ദ കറണ്ട് പൊസിഷൻ ഓഫ് ദ കേഴ്സർ. കേഴ്സറിൻ്റെ കറണ്ട് പൊസിഷൻ കാണിക്കുന്നത് സ്റ്റാറ്റസ് ബാറാണ്. വിച്ച് ഓപ്ഷൻ ഈസ് യൂസ് ടു എൻലാർജ് ദ ടെക്സ്റ്റ് ഓർ പിക്ചർ. ടെക്സ്റ്റോ അല്ലെങ്കിൽ പിക്ചറോ വലുതാക്കാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് സൂം ഓപ്ഷൻ. ഇൻ MS വേർഡ് വിച്ച് ഗ്രൂപ്പ് ഹാസ് ബോൾഡ് ആൻഡ് അണ്ടർലൈൻ ഇഫക്റ്റ്. MS വേർഡിൽ ഏതിനാണ് ബോൾഡ് ആക്കാനും അണ്ടർലൈൻ എഫക്റ്റ് ചെയ്യാനുള്ളത്? ഫോണ്ട് എന്നുള്ള ഗ്രൂപ്പിലാണ് ബോൾഡും അണ്ടർലൈൻ, ഇറ്റാലിക്സ് അങ്ങനെ എല്ലാം വരുന്നത്. വിച്ച് ഷോർട്ട് കട്ട് കീ ഈസ് യൂസ് ടു ഓപ്പൺ എ ഡോക്യുമെൻറ്റ്. ഒരു ഡോക്യുമെൻറ്റ് ഓപ്പൺ ചെയ്യാനുള്ള ഷോർട്ട് കട്ട് കീ ആണ് Ctrl+O. കൺട്രോളും ഓയും ഒരുമിച്ച് പ്രസ് ചെയ്യണം അല്ലേ? വിച്ച് കീ സ്ട്രോക്ക് വിൽ മൂവ് ദ കേഴ്സർ അല്ലെങ്കിൽ പോയിൻ്റർ ടു ദ ബിഗിനിങ് ഓഫ് ദ ഡോക്യുമെൻറ്റ്. ഒരു ഡോക്യുമെൻറ്റിൻ്റെ തുടക്കത്തിലേക്ക് കേഴ്സറിനെ മൂവ് ചെയ്യാനാണ് Ctrl+Home. വിച്ച് കീ സ്ട്രോക്ക് വിൽ മൂവ് ദ പോയിൻ്റർ ടു ദ എൻഡ് ഓഫ് ദ ലൈൻ. ഒരു ലൈനിൻ്റെ എൻഡിലേക്ക് ഇതിനെ മൂവ് ചെയ്യാനാണ് എൻഡ്. നെക്സ്റ്റ്, ഇൻ MS വേർഡ് വിച്ച് ടെക്നിക് ഈസ് യൂസ് ടു സെലക്ട് ദ ഹോൾ പാരഗ്രാഫ്. ഒരു മുഴുവൻ പാരഗ്രാഫിനെ സെലക്ട് ചെയ്യാനുള്ള ടെക്നിക്ക് എന്താണെന്നാണ് ചോദ്യം. അപ്പോൾ പാരഗ്രാഫിൽ ട്രിപ്പിൾ ക്ലിക്ക് ചെയ്യണം, അതായത് 3 തവണ അടുപ്പിച്ച് ക്ലിക്ക് ചെയ്യണം. വിച്ച് ഓപ്പറേഷൻ ഈസ് ടു ബി പെർഫോംഡ് ബിഫോർ പേസ്റ്റ്. പേസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യുന്നതാണ് കട്ട് അല്ലെങ്കിൽ കോപ്പി അല്ലേ? നെക്സ്റ്റ് വൺ, ഹൗ വിൽ യു ട്രാൻസ്ഫർ ദ സെലക്റ്റഡ് ടെക്സ്റ്റ് ടു ദ ഡിസൈർഡ് ലൊക്കേഷൻ. നമ്മൾ സെലക്ട് ചെയ്ത ടെക്സ്റ്റിനെ നമ്മൾ വിചാരിക്കുന്ന ഭാഗത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ടാണ് കട്ട് ആൻഡ് പേസ്റ്റ് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ്, ഹൗ ഡു യു റിമൂവ് എ ബ്ലോക്ക് ഓഫ് ടെക്സ്റ്റ് ഇൻ MS വേർഡ്. MS വേർഡിൽ ഒരു ബ്ലോക്ക് ഓഫ് ടെക്സ്റ്റിനെ റിമൂവ് ചെയ്യാൻ, ഇല്ലാതാക്കാനായിട്ടാണ് കട്ട് ചെയ്യുക അല്ലേ? വിച്ച് ഓപ്ഷൻ ഈസ് യൂസ് ടു സെർച്ച് ടെക്സ്റ്റ് ഇൻ എ ഡോക്യുമെൻറ്റ്. ഒരു ഡോക്യുമെൻറ്റിൽ
ടെക്സ്റ്റിനെ സെർച്ച് ചെയ്യാനായിട്ട് ഏത് ഓപ്ഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഫൈൻഡ് അല്ലേ? സെർച്ച് ചെയ്യാനായിട്ട് ഫൈൻഡ് ഓപ്ഷനാണ് യൂസ് ചെയ്യുന്നത്. അൺഡു ആൻഡ് റീഡു ബട്ടൺ അപ്പിയർ. അതായത് എവിടെയാണ് അൺഡു ആൻഡ് റീഡു ബട്ടൺ അപ്പിയർ ചെയ്യുന്നത്? ക്വിക്ക് ആക്സസ് ടൂൾ ബാറിലാണ് അൺഡുവും റീഡുവും കാണാൻ പറ്റുന്നത്. വിച്ച് കമാൻഡ് ഈസ് യൂസ് ടു സ്റ്റോർ ദ ആക്റ്റീവ് ഡോക്യുമെൻറ്റ് പെർമനൻ്റ്ലി. ആക്റ്റീവ് ആയിരിക്കുന്ന ഡോക്യുമെൻറ്റ് പെർമനൻ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന കമാൻഡാണ് സേവ് എന്നുള്ളത്. വിച്ച് കമാൻഡ് ഈസ് യൂസ് ടു സ്റ്റോർ ദ ഡ്യൂപ്ലിക്കേറ്റ് ഓഫ് ദ ആക്റ്റീവ് ഡോക്യുമെൻറ്റ് പെർമനൻ്റ്ലി. അതായത് ആക്റ്റീവായ ഡോക്യുമെൻറ്റിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് സ്റ്റോർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന കമാൻഡാണ് സേവ് ആസ്. വിച്ച് കമാൻഡ് ഈസ് യൂസ് ടു വ്യൂ ആൻ എക്സിസ്റ്റിംഗ് വേർഡ് ഡോക്യുമെൻറ്റ്. ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു വേർഡ് ഡോക്യുമെൻറ്റിനെ വ്യൂ ചെയ്യാനാണ് ഓപ്പൺ. വിച്ച് കമാൻഡ് ഈസ് യൂസ് ടു മേക്ക് എ ഹാർഡ് കോപ്പി ഓഫ് എ വേർഡ് ഡോക്യുമെൻറ്റ്. ഒരു വേർഡ് ഡോക്യുമെൻറ്റിൻ്റെ ഹാർഡ് കോപ്പി ഉണ്ടാക്കാനാണ് പ്രിൻറ്റ് എന്നുള്ള കമാൻഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. വിച്ച് കമാൻഡ് ഈസ് യൂസ് ടു കം ഔട്ട് ഓഫ് എ കറൻറ്റ് വേർഡ് ഡോക്യുമെൻറ്റ്. കറൻറ്റായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ് ഡോക്യുമെൻറ്റിൽ നിന്നും പുറത്തേക്ക് വരാനായിട്ട് യൂസ് ചെയ്യുന്ന കമാൻഡാണ് ക്ലോസ്. ഇൻ MS Word വിച്ച് ടാബ് ഈസ് നെക്സ്റ്റ് ടു ദ ഹോം ടാബ്. ഹോം ടാബിൻ്റെ തൊട്ടടുത്തുള്ള ടാബാണ് ഇൻസേർട്ട് എന്ന ടാബ്. ഇൻ MS Word വിച്ച് ഗ്രൂപ്പ് ഈസ് യൂസ് ടു ഇൻസേർട്ട് എ പിക്ചർ ഓർ ക്ലിപ്പ് ആർട്ട്. ഒരു MS Wordൽ ഏത് ഗ്രൂപ്പാണ് നമ്മൾ ഒരു പിക്ചറോ അല്ലെങ്കിൽ ക്ലിപ്പ് ആർട്ടോ ഇൻസേർട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്? ഏതാണ്? ഇലസ്ട്രേഷൻസ് ആണ് യൂസ് ചെയ്യുന്നത്. വിച്ച് ഈസ് യൂസ് ടു ഇൻസേർട്ട് ആരോസ് ആൻഡ് ഫ്ലോ ചാർട്ട് സിമ്പിൾസ് ഇൻ MS Word. MS Wordൽ ആരോസും ഫ്ലോ ചാർട്ട് സിമ്പിൾസും ഒക്കെ ഇൻസേർട്ട് ചെയ്യാനാണ് ഇൻസേർട്ട് ഷേപ്സ് എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. The best way to present in an easy understandable manner in MS Word is dash. അതായത് ഡാറ്റാനെ ഒരു ഈസി ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന മാനറിൽ ഡാറ്റാനെ പ്രസൻറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ ചാർട്ടുകൾ യൂസ് ചെയ്യുന്നത്. വിച്ച് ഫീച്ചർ ഈസ് യൂസ് ടു മോഡിഫൈ ദ ഷേപ്പ് ഓഫ് ദ ടെക്സ്റ്റ് ഇൻ MS Word. MS Wordൽ ഏത് ഫീച്ചർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ടെക്സ്റ്റിൻ്റെ ഷേപ്പ് മോഡിഫൈ ചെയ്യുന്നത്? വേർഡ് ആർട്ട് യൂസ് ചെയ്തിട്ട്. നെയിം ദ ഫ്ലോട്ടിംഗ് ടെക്സ്റ്റ് ബുക്ക് ദാറ്റ് ഹൈലൈറ്റ്സ് എ കോട്ട് ഫ്രം ദ വേർഡ് ഡോക്യുമെൻറ്റ്. വേർഡ് ഡോക്യുമെൻറ്റിൽ നിന്നും ഒരു കോട്ടിനെ ഹൈലൈറ്റ് ചെയ്യാൻ അതിനുള്ള ഫ്ലോട്ടിംഗ് ടെക്സ്റ്റ് ബുക്ക് ഏതാണ്? ഫുൾ കോട്ട് ആണ് ഒരു ഫ്ലോട്ടിംഗ് ടെക്സ്റ്റ് ബുക്കായിട്ട് ഒരു കോട്ടിനെ ഹൈലൈറ്റ് ചെയ്യാൻ, ഒരു വേർഡ് ഡോക്യുമെൻറ്റിൽ എന്തെങ്കിലും ഒരു ഭാഗം അത് ഹൈലൈറ്റ് ചെയ്യാനായിട്ടാണ് ഫുൾ കോട്ട് എന്നുള്ളത് യൂസ് ചെയ്യുന്നത്. വിച്ച് ബട്ടൺ വിൽ ബ്രേക്ക് ദ വേർഡ് ഡോക്യുമെൻറ്റ് ഇൻ ടു കോളംസ്. വേർഡ് ഡോക്യുമെൻറ്റിനെ കോളംസ് ആയിട്ട് തിരിക്കുന്നതിനാണ് കോളം എന്നുള്ള ബട്ടൺ. വിച്ച് ഈസ് യൂസ് ടു ഇൻസേർട്ട് മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് ഇൻ വേർഡ് ഡോക്യുമെൻറ്റ്. വേർഡ് ഡോക്യുമെൻറ്റിൽ മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് ഇൻസേർട്ട് ചെയ്യാനാണ് ഇൻസേർട്ട് ഇക്വേഷൻ ഉപയോഗിക്കുന്നത്. വിച്ച് ഈസ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഫയൽ ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ basis for producing similar files in MS Word. ഏത് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഫയലാണ് നമുക്ക് സിമിലർ ടൈപ്പ് ഫയൽസ് ഉണ്ടാക്കാനായിട്ട്? ടെംപ്ലേറ്റ് ആണ് അല്ലേ നമ്മൾ യൂസ് ചെയ്യുന്നത്. ബൈ ഡിഫോൾട്ട് MS Word യൂസസ് ഡാഷ് ടെംപ്ലേറ്റ്. ഡീഫോൾട്ടായിട്ട് സാധാരണ യൂസ് ചെയ്യുമ്പോൾ MS Word ഏത് ടെംപ്ലേറ്റിലാവും? നോർമൽ ആയിട്ടാവും കിടക്കുന്നുണ്ടാവുക. ദ ടെംപ്ലേറ്റ് കണ്ടെയ്ൻസ് ദ ഡാഷ് ഇൻഫർമേഷൻ. ലേഔട്ട് ഇൻഫർമേഷനാണ് ടെംപ്ലേറ്റ്സിൽ ഉണ്ടാവുന്നത്. വാട്ട് ഈസ് ദ എക്സ്റ്റൻഷൻ ഫോർ ടെംപ്ലേറ്റ്? ടെംപ്ലേറ്റിൻ്റെ എക്സ്റ്റൻഷനാണ് ഡോട്ട്. നെയിം ദ യൂട്ടിലിറ്റി നീഡഡ് ടു സെൻഡ് ആൻഡ് റിസീവ് ഫാക്സ് മെസ്സേജസ് ഇൻ MS Word. MS Wordൽ ഫാക്സ് മെസ്സേജസ് സെൻഡ് ചെയ്യാനും റിസീവ് ചെയ്യാനും ഉപയോഗിക്കുന്ന യൂട്ടിലിറ്റിയുടെ പേരാണ് വിൻഡോസ് ഫാക്സ് ആൻഡ് സ്കാൻ. വിൻഡോസ് ഫാക്സ് ആൻഡ് സ്കാൻ. നെക്സ്റ്റ്, ഹൗ ഡു യു ആക്സസ് പ്രീ ഡിഫൈൻഡ് ടെംപ്ലേറ്റ്സ് ഇൻ MS Word? MS Wordൽ എങ്ങനെയാണ് പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ടെംപ്ലേറ്റ്സ് നമ്മൾ ആക്സസ് ചെയ്യുന്നത്? ഹോമിൽ സ്റ്റൈൽസിൽ പോയി കഴിഞ്ഞാൽ കുറേ ടെംപ്ലേറ്റ്സ് നമുക്ക് കാണാനായിട്ട് പറ്റും. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹെൽപ്സ് ടു ആക്സസ് ഫയൽസ് ഫ്രം അതർ കമ്പ്യൂട്ടർ സിസ്റ്റം? മറ്റ് കമ്പ്യൂട്ടർ സിസ്റ്റത്തിലുള്ള ഫയൽസിനെ നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് നെറ്റ്വർക്ക് സഹായിക്കും. ഇൻ വിച്ച് ടാബ് മെയിൽ മെർജ് അപ്പിയർ? മെയിൽ മെർജ് ഏത് ടാബിൻ്റെ കീഴിലാണ് വരുന്നത് എന്നാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മെയിലിങ്സ് എന്നുള്ള ടാബിൻ്റെ കീഴിലാണത് വരുന്നത്.
വാട്ട് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ മെയിൽ മെർജ് പ്രോസസ്സ്? മെയിൽ മെർജ് പ്രോസസ്സിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഏതാണ്? സ്റ്റാർട്ട് മെയിൽ മെർജ് എന്നതാണ്. ഹൗ ഡു യു സെലക്ട് റെസിപ്പിയൻസ് ഫ്രം ദ എക്സിസ്റ്റിംഗ് ഡാറ്റ? എക്സിസ്റ്റിംഗ് ഡാറ്റ എന്ന് നമ്മൾ എങ്ങനെയാണ് റെസിപ്പിയൻസിനെ സെലക്ട് ചെയ്യുന്നത്? മെയിലിങ്സിൽ സെലക്ട് റെസിപ്പിയൻസ് എടുക്കുക, എന്നിട്ട് യൂസ് എക്സിസ്റ്റിംഗ് ലിസ്റ്റ് എടുക്കുക. അപ്പോൾ ആ ലിസ്റ്റിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. ഹൗ ഡു യു വ്യൂ ദ മെർജ്ഡ് ഡോക്യുമെൻറ്റ് ഇൻ MS Word? മെർജ് ചെയ്ത ഡോക്യുമെൻറ്റ് MS Wordൽ കാണാനായിട്ട് മെയിലിങ്സ് പ്രിവ്യൂ റിസൾട്ടാണ് യൂസ് ചെയ്യുക. നെക്സ്റ്റ്, by which option the user can place the required fields in the main document? ഏത് ഓപ്ഷൻ വഴിയാണ് യൂസേഴ്സിന് ആവശ്യമുള്ള ഫീൽഡുകൾ മെയിൻ ഡോക്യുമെൻറ്റിൽ പ്ലേസ് ചെയ്യാൻ പറ്റുന്നത്? മെയിലിങ്ങിൽ ഇൻസേർട്ട് മെർജ് ഫീൽഡ് യൂസ് ചെയ്തിട്ട്. വിച്ച് ടൂൾ കമ്പൈൻസ് എ ഡോക്യുമെൻറ്റ് ഫയൽ ടു എ വെറൈറ്റി ഓഫ് എൻവലപ്സ് ഇൻ MS Word? MS Wordൽ ഏത് ടൂളാണ് ഒരു ഡോക്യുമെൻറ്റ് ഫയലിനെ വെറൈറ്റി ഓഫ് എൻവലപ്സുമായിട്ട് കമ്പൈൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്? മെയിൽ മെർജ് ചെയ്യാന്ന് വെച്ചാൽ കൂട്ടിച്ചേർക്കാന്ന് ഓർക്കുക. നെക്സ്റ്റ്, ദ ലിസ്റ്റ് ഓഫ് നെയിംസ് ആൻഡ് അഡ്രസ്സസ് ദാറ്റ് ക്യാൻ കം ഫ്രം വേർഡ്, ടേബിൾ ഓർ എക്സൽ സ്പ്രെഡ്ഷീറ്റ്, ആക്സസ് ഡാറ്റാബേസ്, പ്ലെയിൻ ടെക്സ്റ്റ് ഫയൽ ഈസ് കോൾഡ് എന്താണ്? ഡാറ്റ സോഴ്സ് അല്ലേ? ഡാറ്റയുടെ സോഴ്സ്. അടുത്തത്, ദ മെയിൻ ലെറ്റർ ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ മെയിൽ മെർജ്. മെയിൽ മെർജിന് യൂസ് ചെയ്യുന്ന മെയിൻ ലെറ്ററാണ് ഏത്? സോഴ്സ് ഡോക്യുമെൻറ്റ്. ദ പ്രിൻറ്റിംഗ് ഡോക്യുമെൻറ്റ് that does not have field names and it has data is called dash. എന്താണ്? മെർജ്ഡ് ഡോക്യുമെൻ്റ് ആണ്. ദ പ്രിൻറ്റിംഗ് ഡോക്യുമെൻറ്റ് ദാറ്റ് ഡസ് നോട്ട് ഹാവ് ഫീൽഡ് നെയിം ഇല്ലാത്തത്, പക്ഷേ അതിൽ ഡാറ്റ ഉണ്ടാവും, അതിനാണ് മെർജ്ഡ് ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത്. വിച്ച് ഈസ് എ ക്വിക്ക് ആൻഡ് ഈസി വേ ടു ചേഞ്ച് ദ ഡയറക്ഷൻ ഓഫ് ആൻ എൻറ്റയർ ഡോക്യുമെൻറ്റ് ഓൺ പേജ് ഇൻ MS-ൽ, അതായത് മൈക്രോസോഫ്റ്റിൽ ഏതാണ് ക്വിക്ക് ആൻഡ് ഈസി ആയിട്ട് നമുക്ക് ഡയറക്ഷൻ, ഒരു എൻറ്റയർ ഡോക്യുമെൻ്റ് ഡയറക്ഷൻ തന്നെ ചേഞ്ച് ചെയ്യാനായിട്ട് ഓറിയൻറ്റേഷനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഇൻ വേർഡ് ഡോക്യുമെൻറ്റ് ദ ടെക്സ്റ്റ് ബിഹൈൻഡ് ദ കണ്ടൻറ്റ് ഓഫ് ദ പേജ് ഈസ് ഡാഷ്. ഒരു വേർഡ് ഡോക്യുമെൻറ്റിൽ ഒരു കണ്ടൻറ്റ് ഓഫ് പേജിന് വാട്ടർമാർക്കായിട്ട്, അതിന് ബാക്ക്ഗ്രൗണ്ടിൽ പിന്നിൽ കൊടുക്കുന്നതിനാണ് വാട്ടർമാർക്ക് എന്ന് പറയുന്നത്. ഹൗ ഡു യു ഇൻസേർട്ട് എ ഗസ്റ്റഡ് ടെക്സ്റ്റ് ബിഹൈൻഡ് ദ കണ്ടൻറ്റ് ഓഫ് ദ പേജ് ഇൻ വേർഡ് ഡോക്യുമെൻറ്റ്? പറഞ്ഞു, നമ്മൾ വാട്ടർമാർക്ക് എന്നുള്ള ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ടെക്സ്റ്റ് ഇപ്പോൾ ഈ പേജിൽ ഇങ്ങനെ വാട്ടർമാർക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ എന്താണ് പാത്ത് ടു സക്സസ് എന്നതിൽ കൊടുത്തു കഴിഞ്ഞാൽ വാട്ടർമാർക്കായിട്ട് പാത്ത് ടു സക്സസ് എന്നിവിടെ പ്രിൻ്റ് ആയിട്ട് വരും. ഇൻ MS Word, ഹൗ ഡു യു ചൂസ് ദ കളർ ഓഫ് ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ പേജ്? MS Wordൽ എങ്ങനെയാണ് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് പേജിൻ്റെ കളർ സെലക്ട് ചെയ്യുന്നത്? ഫിൽ കളർ എന്ന ഓപ്ഷൻ വഴി. നെക്സ്റ്റ്, വിച്ച് ഈസ് യൂസ് ടു ഇൻസേർട്ട് ഔട്ട്ലൈൻ ഫോർ എ പേജ്? ഒരു പേജിന് ഔട്ട്ലൈൻ ഇൻസേർട്ട് ചെയ്യാനായിട്ട് പേജ് ബോർഡർ ആണ് നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ. വിച്ച് ഓപ്ഷൻ ചേഞ്ച് ദ ടെക്സ്റ്റ് റാപ്സ് അറൗണ്ട് ദ പിക്ചർ? പിക്ചറിന് ചുറ്റും ടെക്സ്റ്റ് റാപ്പ് ചെയ്യാനായിട്ടാണ് ടെക്സ്റ്റ് റാപ്പിംഗ് ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. നെയിം ദ ടെക്നിക് ടു ജസ്റ്റിഫൈ ദ ടെക്സ്റ്റ് അറൗണ്ട് ദ പിക്ചർ. പിക്ചറിന് ചുറ്റും എന്താണ് ടെക്സ്റ്റിനെ ജസ്റ്റിഫൈ ചെയ്യാനുള്ള ടെക്നിക്കാണ് സ്ക്വയർ. ഫുട് നോട്ട് ആൻഡ് എൻഡ് നോട്ട് ഈസ് ടു പ്രൊവൈഡ്. ഫുട് നോട്ടും എൻഡ് നോട്ടും എന്താണ്? കമൻസ് പ്രൊവൈഡ് ചെയ്യാനായിട്ടാണ്. വിച്ച് ടാബ് ഈസ് യൂസ്ഡ് ഫോർ പ്രൂഫിംഗ് ദ ഡോക്യുമെൻറ്റ്? ഒരു ഡോക്യുമെൻറ്റ് പ്രൂഫ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടാബാണ് റിവ്യൂ ടാബ്. നെക്സ്റ്റ്, ഇൻ MS Word, ക്യാപ്ഷൻ ഈസ് യൂസ് ടു ഡാഷ്. ക്യാപ്ഷൻ എന്തിനാണ് യൂസ് ചെയ്യുക? ഇൻസേർട്ട് ദ ലേബിൾഡ് ഇൻഫർമേഷൻ. ഓക്കെ, ക്യാപ്ഷൻ എന്തിനാണ്? ലേബിൾഡ് ഇൻഫർമേഷനെ ഇൻസേർട്ട് ചെയ്യാനായിട്ട്. വിച്ച് വ്യൂ ഹെൽപ്സ് ടു വ്യൂ ദ ഡോക്യുമെൻറ്റ് വിച്ച് ലുക്സ് ആസ് ഇൻ വെബ്സൈറ്റ്? വെബ്സൈറ്റിൽ കാണുന്നത് പോലെ ഡോക്യുമെൻറ്റിനെ വ്യൂ ചെയ്യാനായിട്ടാണ് വെബ് ലേഔട്ട് വ്യൂ സഹായിക്കുന്നത്. ഇൻ MS Word, ഓൺ വിച്ച് ടാബ് ദ ഡിഫറെൻറ്റ് ഡോക്യുമെൻറ്റ് വ്യൂ അപ്പിയേഴ്സ്? MS Wordൽ ഏത് ടാബിലാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഡോക്യുമെൻറ്റ് വ്യൂ അപ്പിയർ ചെയ്യുന്നത്? വ്യൂ എന്നുള്ള ടാബിലാണ്. ഹൗ ഡു യു വ്യൂ മൾട്ടിപ്പിൾ ഡോക്യുമെൻറ്റ്സ് അറ്റ് എ ടൈം? ഒരേ സമയം തന്നെ മൾട്ടിപ്പിൾ ഡോക്യുമെൻറ്റ് വ്യൂ ചെയ്യാനാണ് സ്വിച്ച് വിൻഡോ യൂസ് ചെയ്യുന്നത്. ഏതാണ് സ്വിച്ച് വിൻഡോ? ബൈ വിച്ച് ഓപ്ഷൻ ദ യൂസർ ക്യാൻ കമ്പയർ 2 or more documents simultaneously? ഒന്നിലധികം ഡോക്യുമെൻറ്റ്സിനെ യൂസേഴ്സിനെ എങ്ങനെയാണ് കമ്പയർ ചെയ്യാൻ പറ്റുക? വ്യൂ സൈഡ് ബൈ സൈഡ് എന്ന ഓപ്ഷൻ വഴി. ഇൻ MS Word,
വ്യൂ സൈഡ് ബൈ സൈഡ് ഓപ്ഷൻ ഓഫ് വിൻഡോ ഗ്രൂപ്പ് ഈസ് യൂസ് ടു ഡാഷ് കമ്പയർ ദ ഡോക്യുമെൻറ്റ്സിനെ കമ്പയർ ചെയ്യാനാണ് ഇത് യൂസ് ചെയ്യുന്നത്. വാട്ട് ഈസ് ദ ഷോർട്ട് കട്ട് കീ ടു ആഡ് ഓർ റിമൂവ് 6 PTS ഓഫ് സ്പേസിങ്സ് ബിഫോർ എ പാരഗ്രാഫ്? ഒരു പാരഗ്രാഫ് തുടങ്ങുന്നതിന് മുമ്പ് കുറച്ച് ഒരു സ്പേസ് വിടാം. അത് സ്പേസിങ് ഇടാനും അത് റിമൂവ് ചെയ്യാനും ഏത് ഷോർട്ട് കട്ട് കീ ആണ് ഹെൽപ്പ് ചെയ്യുന്നത്? Ctrl+6. വിച്ച് ഷോർട്ട് കട്ട് കീ ഈസ് യൂസ് ടു സെലക്ട് ഓൾ കണ്ടൻറ്റ് ഓഫ് ദ പേജ്? ഒരു പേജിലെ എല്ലാ കണ്ടൻറ്റും സെലക്ട് ചെയ്യാനാണ് Ctrl+A യൂസ് ചെയ്യുന്നത്. നെയിം ദ ഷോർട്ട് കട്ട് കീ ടു ബോൾഡ് ദ ഹൈലൈറ്റഡ് സെക്ഷൻ. നമ്മൾ ഹൈലൈറ്റ് ചെയ്ത സെക്ഷൻ ബോൾഡായിട്ട് കാണിക്കാൻ, ഇതേപോലെ ബോൾഡായിട്ട് കാണിക്കാനാണ് Ctrl+B. വിച്ച് ഈസ് ദ ആക്ഷൻ ഓഫ് Ctrl+B? Ctrl+B എന്താണ്? ബോൾഡ് ഹൈലൈറ്റഡ് സെലക്ഷൻ, ഹൈലൈറ്റ് ചെയ്ത ഭാഗം ബോൾഡാക്കാനാണ് Ctrl+B. Ctrl+A ഈസ് യൂസ് ടു സെലക്ട് ഓൾ. Ctrl+A നേരത്തെ പറഞ്ഞാൽ എന്താണ്? ഒരു പേജിൻ്റെ കണ്ടൻറ്റ് മൊത്തം സെലക്ട് ചെയ്യാനാണ് Ctrl+A. വാട്ട് ഷോർട്ട് കട്ട് ഈസ് യൂസ് ടു കോപ്പി സെലക്റ്റഡ് ടെക്സ്റ്റ്? സെലക്റ്റഡ് ടെക്സ്റ്റിനെ കോപ്പി ചെയ്യാനാണ് Ctrl+C. വാട്ട് ഈസ് ദ ആക്ഷൻ ഓഫ് Ctrl+C? സെലക്റ്റഡ് ടെക്സ്റ്റിനെ കോപ്പി ചെയ്യാനാണ് Ctrl+C യൂസ് ചെയ്യുന്നത്. നെയിം ദ ഷോർട്ട് കട്ട് കീ ടു ഓപ്പൺ ദ ഫോണ്ട് പ്രിഫറൻസസ് വിൻഡോ. ഏത് ഷോർട്ട് കട്ട് കീ ആണ് ഫോണ്ട് പ്രിഫറൻസസ് ഓപ്പൺ ചെയ്യാൻ? Ctrl+D ആണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ ഷോർട്ട് കട്ട് കീ ടു സെൻറ്റർ ദ ടെക്സ്റ്റ്? ടെക്സ്റ്റിനെ സെൻറ്റർ ഭാഗത്ത് അലൈൻ ചെയ്യാനായിട്ടുള്ളതാണ് Ctrl+E. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ ഷോർട്ട് കട്ട് കീ ടു ഇൻവോക്ക് ഫൈൻഡ് ഓപ്ഷൻ? ഫൈൻഡ് ഓപ്ഷൻ തുടങ്ങാനാണ് Ctrl+F എന്നുള്ള ഷോർട്ട് കട്ട് കീ നമ്മൾ യൂസ് ചെയ്യുന്നത്. Ctrl+D ഈസ് യൂസ് ടു ഡാഷ്. കൺട്രോളും ഡിയും നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണ്? ഓപ്പൺ ഫോണ്ട് പ്രിഫറൻസസ്. ഓക്കെ, ഫോണ്ട് പ്രിഫറൻസ് ഓപ്പൺ ചെയ്യാനാണ് Ctrl+D. Ctrl+F എന്തിനാണ്? ഓപ്പൺ ഫൈൻഡ് ബോക്സ്. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ ഷോർട്ട് കട്ട് കീ ടു റാലിസൈസ് ഹൈലൈറ്റഡ് സെലക്ഷൻ? Ctrl+1 ആണ്. വാട്ട് ഈസ് ദ ഷോർട്ട് കട്ട് കീ ടു ജസ്റ്റിഫൈ ദ ടെക്സ്റ്റ്? ടെക്സ്റ്റിനെ ജസ്റ്റിഫൈ ചെയ്ത് കാണിക്കാനാണ് Ctrl+J. അതായത് ലെഫ്റ്റ് അലൈൻമെൻറ്റ് റൈറ്റ് അല്ലാതെ ജസ്റ്റിഫൈ ചെയ്ത് കാണിക്കാൻ, സെൻറ്ററിൽ വരുന്നത് പോലെ. Ctrl+J ഈസ് യൂസ് ടു ഡാഷ് ജസ്റ്റിഫൈ ദ ടെക്സ്റ്റ്. Ctrl+1 is presented. The selected text is displayed as COPA. Okay. Next one, Ctrl+R is used to dash right align the text. Textനെ റൈറ്റിലേക്ക് അലൈൻ ചെയ്യാൻ. What is the action of Ctrl+K? Ctrl+K എന്തിനാണ്? ഇൻസേർട്ട് ലിങ്ക് ഇൻസേർട്ട് ചെയ്യാനാണ് Ctrl+K. ഇൻസേർട്ട് ലിങ്ക് ഈസ് പെർഫോംഡ് ബൈ പ്രസ്സിംഗ് ദ കീസ് ഡാഷ്. Ctrl+K ആക്കിയാലാണ് ലിങ്ക് ഇൻസേർട്ട് ചെയ്യാനായിട്ട് പറ്റുക. വാട്ട് ഈസ് ദ ആക്ഷൻ വെൻ Ctrl+MIS പ്രസ്ഡ്? ഏതാണ്? ഇൻറ്റൻറ്റ് ദ പാരഗ്രാഫ്. പാരഗ്രാഫിനെ ഇൻറ്റൻറ്റ് ചെയ്യാനായിട്ടാണ് ഇത് പ്രസ് ചെയ്യുന്നത്. വാട്ട് ഈസ് ദ ഷോർട്ട് കട്ട് കീ ടു ഇൻറ്റൻറ്റ് പാരഗ്രാഫ്? Ctrl+M. ഓക്കെ, ഇവിടെ Ctrl+M ഈസ് പ്രസ് ടു ഇൻറ്റൻറ്റ് ദ പാരഗ്രാഫ്. അത് തന്നെയാണ് ഇവിടെയും പാരഗ്രാഫ് ഇൻറ്റൻറ്റ് ചെയ്യാൻ Ctrl+M. വാട്ട് ഷോർട്ട് കട്ട് കീ ഈസ് യൂസ് ടു അണ്ടർലൈൻ ദ സെലക്റ്റഡ് ടെക്സ്റ്റ്? നമ്മൾ സെലക്ട് ചെയ്ത ടെക്സ്റ്റിനെ അണ്ടർലൈൻ ചെയ്യാനാണ് Ctrl+U. വിച്ച് ഷോർട്ട് കട്ട് കീ ഈസ് യൂസ് ടു റൈറ്റ് അലൈൻ ദ ടെക്സ്റ്റ്? ടെക്സ്റ്റിനെ റൈറ്റിലേക്ക് അലൈൻ ചെയ്യാനായിട്ടാണ് ഏത് ഷോർട്ട് കട്ട് കീ ആണ് യൂസ് ചെയ്യുന്നത്? Ctrl+R ആണ് റൈറ്റ് അലൈൻമെൻറ്റിന് ഉപയോഗിക്കുന്നത്. വിച്ച് ഷോർട്ട് കട്ട് കീ ഈസ് യൂസ് ടു ക്രിയേറ്റ് എ ന്യൂ വേർഡ് ഡോക്യുമെൻറ്റ്? ഒരു പുതിയ വേർഡ് ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഷോർട്ട് കട്ടാണ് Ctrl+N. അപ്പോൾ Ctrl+N എന്തിനാണ്? ക്രിയേറ്റ് ന്യൂ ഡോക്യുമെൻറ്റ്. ഇനി Ctrl+O എന്തിനാണ്? ഓപ്പൺ എ ഡോക്യുമെൻറ്റ്. Ctrl+O എന്തിനാണ്? ഓപ്പൺ ഡോക്യുമെൻറ്റ്. ഇനി വാട്ട് ഷോർട്ട് കട്ട് കീ ഈസ് യൂസ് ടു ഓപ്പൺ പ്രിൻറ്റ് വിൻഡോ? പ്രിൻറ്റ് വിൻഡോ ഓപ്പൺ ചെയ്യാൻ, എന്തെങ്കിലും പ്രിൻറ്റ് കൊടുക്കാൻ Ctrl+P. വാട്ട് ഈസ് ദ യൂസ് ഓഫ് Ctrl+P? Ctrl+P എന്തിനാണ്? ടു ഓപ്പൺ പ്രിൻറ്റ് വിൻഡോ ഓപ്പൺ ചെയ്യാൻ. വാട്ട് ഹാപ്പൻസ് വെൻ Ctrl+T ഈസ് പ്രസ്ഡ്? കൺട്രോളും ടിയും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവും? ഹാങ്ങിങ് ഇൻറ്റൻറ്റ് ക്രിയേറ്റ് ആക്കപ്പെടും. ഓക്കെ. വാട്ട് ഈസ് ദ പേർപ്പസ് ഓഫ് Ctrl+V?
നമ്മൾ കോപ്പി ചെയ്തത് പേസ്റ്റ് ചെയ്യാനാണ് Ctrl+V. What is the shortcut key for pasting the cut or copied text? പേസ്റ്റ് ചെയ്യാനാണ് എന്ത് Ctrl+V ഇവിടെ പറഞ്ഞത്. നെക്സ്റ്റ് വാട്ട് ഈസ് ദ യൂസ് ഓഫ് Ctrl+X? കട്ട് ചെയ്യാൻ അല്ലേ, കട്ട് ചെയ്യാൻ സെലക്റ്റഡ് ടെക്സ്റ്റിനെ കട്ട് ചെയ്യാനാണ് Ctrl+X. ഹൗ ഡു യു കട്ട് ദ സെലക്റ്റഡ് ടെക്സ്റ്റ്? സെലക്ട് ചെയ്ത ടെക്സ്റ്റിനെ കട്ട് ചെയ്യാൻ Ctrl+X. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നെയിം ദ ഷോർട്ട് കട്ട് കീ ടു റീഡു ദ പ്രീവിയസ് ആക്ഷൻ. മുമ്പ് ചെയ്ത ആക്ഷനെ റീഡു ചെയ്യാൻ പിന്നെയും ചെയ്യാനാണ് Ctrl+Y എന്ന ഷോർട്ട് കട്ട് കീ യൂസ് ചെയ്യാം. Ctrl+Y ഈസ് പ്രസ്ഡ് വെൻ Ctrl+Y ഈസ് പ്രസ്ഡ്, Ctrl+Y പ്രസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? പ്രീവിയസ് ആക്ഷനെ റീഡു ചെയ്യും, വീണ്ടും ചെയ്യും. ഇൻ വാട്ട് വേ യൂസർ ക്യാൻ ക്വിക്ക്ലി ക്രിയേറ്റ് ബുള്ളറ്റ് പോയിന്റുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ് Ctrl+Shift+L, അതായത് ഇങ്ങനെ പോയിൻറ്റ്സ് ആയിട്ട് ഇടാൻ. വെൻ Ctrl+Shift+L ഈസ് പ്രസ്ഡ് എന്താണ് ഡിസ്പ്ലേ ആവുന്നത്? ബുള്ളറ്റ് പോയിൻ്റ് ആണ്. വാട്ട് ഈസ് ദ ഷോർട്ട് കട്ട് കീ ടു ചേഞ്ച് ദ ഫോണ്ട് ചേഞ്ച് ചെയ്യാനാണ് Ctrl+Shift+F. വാട്ട് ഈസ് ദ ഷോർട്ട് കട്ട് കീ ടു ഇൻക്രീസ് ദ ഫോണ്ട് പോയിൻറ്റിനെ ഇൻക്രീസ് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് കീ ആണ് Ctrl+Shift+ ഗ്രേറ്റർ ദാൻ സിമ്പൽ. വാട്ട് ഈസ് ദ ഷോർട്ട് കട്ട് കീ ടു ഡിക്രീസ് ദ സെലക്റ്റഡ് ഫോണ്ടിൻ്റെ സൈസ് കുറയ്ക്കാനായിട്ടാണ് Ctrl+Shift+ലെസ് ദാൻ സിമ്പൽ. വിച്ച് മൂവ്സ് ദ കേഴ്സർ വൺ വേർഡ് ടു ദ ലെഫ്റ്റ്? കേഴ്സറിനെ ഒരു വേർഡ് മുന്നിലേക്ക് മാറ്റാനാണ് ലെഫ്റ്റ് ആരോ. വിച്ച് മൂവ്സ് ദ കേഴ്സർ ടു ദ ബിഗിനിങ് ഓഫ് ദ പാരഗ്രാഫിൻ്റെ തുടക്കത്തിലേക്ക് കേഴ്സറിനെ മൂവ് ചെയ്യാനാണ് Ctrl+Up ആരോ. Ctrl+Up ആരോ പ്രസ് ചെയ്യുമ്പോൾ കേഴ്സർ മൂവ്സ് ടു ദ ബിഗിനിങ് ഓഫ് എവിടെയാണ്? നമ്മളിപ്പോൾ തന്നെ പറഞ്ഞോളൂ, ലൈൻ അല്ലെങ്കിൽ പാരഗ്രാഫിൻ്റെ ബിഗിനിങ്ങിലേക്ക് പോകും. വെൻ Ctrl+Down ആരോ ഈസ് പ്രസ്ഡ് ഏത് കേഴ്സർ എന്താണ് പാരഗ്രാഫിൻ്റെ ബിഗിനിങ്ങിലേക്ക് പോകും. ബൈ പ്രസ്സിങ് വിച്ച് കീ ഏത് കീ പ്രസ് ചെയ്യുമ്പോഴാണ് ദ കേഴ്സർ മൂവ്സ് ടു ദ എൻഡ് ഓഫ് ദ ഡോക്യുമെൻറ്റിൻ്റെ എൻഡിലേക്ക് പോകുന്നത്? Ctrl+End. ബൈ പ്രസ്സിങ് വിച്ച് കീ ദ കേഴ്സർ മൂവ്സ് ടു ദ ബിഗിനിങ് ഓഫ് ദ ഡോക്യുമെൻറ്റിൻ്റെ ബിഗിനിങ്ങിലേക്ക് പോകാനായിട്ട് ഏത് കേഴ്സറാണ്? Ctrl+Home. വെൻ Ctrl+Home ഈസ് പ്രസ്ഡ് കൺട്രോളും ഹോമും കൂടി നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ കേഴ്സർ മൂവ്സ് ടു ദ ബിഗിനിങ് ഓഫ് ഡാഷ് ഡോക്യുമെൻറ്റിൻ്റെ ഫസ്റ്റിലേക്കാണ് അത് മൂവ് ചെയ്യുന്നത്. നെക്സ്റ്റ് വെൻ Ctrl+End ഈസ് പ്രസ്ഡ് കൺട്രോളും എൻഡും പ്രസ് ചെയ്യുമ്പോൾ കേഴ്സർ എവിടേക്കാണ്? ഡോക്യുമെൻറ്റിൻ്റെ എൻഡിലേക്കാണ് മൂവ് ചെയ്യുന്നത്. ഹൗ ഡു യു റീസെറ്റ് ദ ഹൈലൈറ്റഡ് ടെക്സ്റ്റ് ടു ദ ഡീഫോൾട്ട് ഫോണ്ടിലേക്ക് ഹൈലൈറ്റഡ് ടെക്സ്റ്റിനെ റീസെറ്റ് ചെയ്യാനാണ് Ctrl+Spacebar. വാട്ട് ഈസ് ദ ഷോർട്ട് കട്ട് കീ ടു സെറ്റ് സിംഗിൾ ലൈൻ സ്പേസിങ്? ഒരൊറ്റ ലൈനിൻ്റെ ഗ്യാപ്പ് വിടാനാണ് Ctrl+1. അപ്പോൾ ഡബിൾ ലൈൻ സ്പേസിങ് ഇടാൻ Ctrl+2. ഇനി 1.5 ലൈൻ സ്പേസിങ് ഇടാനാണ് Ctrl+1.5. വിച്ച് ഷോർട്ട് കട്ട് കീ ഈസ് ടു ബി പ്രസ് ടു ചേഞ്ച് ദ സെലക്റ്റഡ് ടെക്സ്റ്റ് ടു ഹെഡിങ് 2 ലെവൽ? ഹെഡിങ് 2 ലെവലിലേക്ക് നമ്മൾ സെലക്ട് ചെയ്ത ടെക്സ്റ്റിനെ ചേഞ്ച് ചെയ്യാനാണ് Ctrl+Alt+2. വിച്ച് ഷോർട്ട് കട്ട് കീ ഈസ് ടു ബി പ്രസ് ടു ഓപ്പൺ എക്സിസ്റ്റിംഗ് ആയ ഡോക്യുമെൻറ്റിനെ ഓപ്പൺ ചെയ്യാനായിട്ടാണ് Alt+Ctrl+F2 പ്രസ് ചെയ്യുന്നത്. നെയിം ദ ഷോർട്ട് കട്ട് കീ യൂസ് ടു ഓപ്പൺ ദ ടാസ്ക് പാനിൽ ഓപ്പൺ ചെയ്യാനാണ് Ctrl+F1. വിച്ച് ഷോർട്ട് കട്ട് കീ ഈസ് യൂസ് ടു ഡിസ്പ്ലേ ദ പ്രിൻറ്റ് പ്രിവ്യൂ? നമ്മൾ പ്രിൻറ്റ് കൊടുക്കുമ്പോൾ അതിൻ്റെ പ്രിവ്യൂ കാണാനാണ് Ctrl+F2. വാട്ട് ഷോർട്ട് കട്ട് കീ ഈസ് യൂസ് ടു ഓപ്പൺ അനദർ എക്സിസ്റ്റിംഗ് MS Word ഡോക്യുമെൻറ്റ്? വേറൊരു MS Word ഡോക്യുമെൻറ്റ് ഓപ്പൺ ചെയ്യാൻ Ctrl+O. അടുത്തത് വാട്ട് ഷോർട്ട് കട്ട് കീ ഈസ് യൂസ് ടു പ്രിൻറ്റ് ദ ഡോക്യുമെൻറ്റ് പ്രിൻറ്റ് ചെയ്യാനായിട്ട് Ctrl+Shift+F12 ആണ് യൂസ് ചെയ്യുന്നത്. ഇനി വിച്ച് ഫങ്ഷൻ കീ ഈസ് യൂസ് ടു റിപ്പീറ്റ് ദ ലാസ്റ്റ് ആക്ഷനെ റിപ്പീറ്റ് ചെയ്യാനായിട്ട് F4 കീ ആണ് നമ്മൾ പ്രസ് ചെയ്യുന്നത്. ഇൻ MS Word F7 കീ ഈസ് യൂസ് ടു F7 കീ എന്തിനാണ്? സ്പെൽ ചെക്ക് ആൻഡ് ഗ്രാമർ ചെക്ക്. സ്പെല്ലിംഗ് ചെക്ക് ചെയ്യാനും ഗ്രാമർ ചെക്ക് ചെയ്യാനാണ് F7 കീ യൂസ് ചെയ്യുന്നത്.
വിച്ച് ഫങ്ഷൻ കീ ഈസ് യൂസ്ഡ് ഫോർ സേവ് ആസ് കമാൻഡ്. സേവ് ആസ് കമാൻഡ് കൊടുക്കാൻ F12 എന്നുള്ള കീ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. വാട്ട് ഷോർട്ട് കട്ട് കീ ഈസ് യൂസ്ഡ് ഫോർ ചേഞ്ച് കേസ് ഓപ്ഷൻ. അതായത് കേസ് ചേഞ്ച് ചെയ്യാൻ, ക്യാപിറ്റലോ സ്മോൾ കേസൊക്കെ ആക്കാനായിട്ട് Shift+F3 ആണ് നമ്മൾ പ്രസ് ചെയ്യേണ്ടത്. F12 ഫങ്ഷൻ കീ ഈസ് യൂസ്ഡ് ഫോർ ഡാഷ്. F12 എന്തിനാണ്? സേവ് ആസ്. ഇനി Shift+F3 എന്തിനാണ്? ചേഞ്ച് കേസ് ഓപ്ഷൻ, കേസ് ഓപ്ഷനെ ചേഞ്ച് ചെയ്യാൻ. വാട്ട് ഷോർട്ട് കട്ട് കീ ഈസ് യൂസ് ടു ഇൻസേർട്ട് ദ കറൻറ്റ് ഡേറ്റ്. കറൻറ്റ് ഡേറ്റ് ഇൻസേർട്ട് ചെയ്യാനാണ് Shift+Alt+D. വാട്ട് ഷോർട്ട് കട്ട് കീ ഈസ് യൂസ് ടു ഇൻസേർട്ട് ദ കറൻറ്റ് ടൈം. ടൈം എൻ്റർ ചെയ്യാൻ Shift+Alt+T. വാട്ട് ഹാപ്പൻസ് വെൻ Shift+Alt+T ഈസ് പ്രസ്ഡ്. ഷിഫ്റ്റും ഓൾട്ടും ടിയും ഒരുമിച്ച് പ്രസ് ചെയ്യുമ്പോൾ ഇൻസേർട്ട് കറൻറ്റ് ടൈം, അതായത് കറൻറ്റ് ടൈം നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. വാട്ട് ഹാപ്പൻസ് വെൻ Shift+Alt+D ഈസ് പ്രസ്ഡ്. ഷിഫ്റ്റും ഓൾട്ടും ഡിയും ഒരുമിച്ച് പ്രസ് ചെയ്യുമ്പോൾ കറൻറ്റ് ഡേറ്റ് നമുക്ക് ഇൻസേർട്ട് ആവും. വാട്ട് ഷോർട്ട് കട്ട് കീ ഈസ് യൂസ് ടു പേസ്റ്റ് അല്ലെങ്കിൽ കോപ്പി. ടെക്സ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട്, കോപ്പി ചെയ്തത് പേസ്റ്റ് ചെയ്യാനായിട്ട് Shift+V ആണ് യൂസ് ചെയ്യുക. വാട്ട് ഷോർട്ട് കട്ട് കീ ഈസ് യൂസ് ടു സേവ് ദ ഡോക്യുമെൻറ്റ്. ഏത് ഷോർട്ട് കട്ട് കീ ആണ് നമ്മൾ ഡോക്യുമെൻറ്റിനെ സേവ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്? Ctrl+F4 ആണ്. വാട്ട് ഹാപ്പൻസ് ടു ദ ഡോക്യുമെൻറ്റ് വെൻ Shift+F12 ഈസ് പ്രസ്ഡ്. ഷിഫ്റ്റും F12ഉം നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ അതെന്താണ്? സേവ് ആസ് എന്ന് പറഞ്ഞ് വരും. ദ റൂളർ ജസ്റ്റ് ബിനീത്ത് ദ റിബൺ ഈസ് ഡാഷ്. അതായത് റിബണിൻ്റെ തൊട്ട് താഴെയുള്ള റൂളർ ഏതാണ്? വെർട്ടിക്കൽ റൂളർ. റീസെൻ്റ്ലി ഓപ്പൺഡ് അല്ലെങ്കിൽ മോഡിഫൈഡ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ് നമുക്ക് ഈസിലി ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന എവിടെ നിന്നാണ്? ഫയലിൽ റീസെൻറ്റ് ഡോക്യുമെൻറ്റ്സിലാണ്. നമ്മൾ ഇപ്പോൾ ഈ അടുത്ത് ഓപ്പൺ ചെയ്തതൊക്കെ നമുക്ക് അതിൽ കാണാൻ പറ്റും. ദ ലേഔട്ട് വ്യൂ ദാറ്റ് ഡിസ്പ്ലേസ് പേജസ് എക്സാക്ട്ലി ആസ് ദേ വിൽ അപ്പിയർ വെൻ പ്രിൻറ്റഡ്. പ്രിൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പ്രിവ്യൂ നോക്കുന്നത് പറഞ്ഞു അല്ലേ? പ്രിൻറ്റ് ലേഔട്ട് വ്യൂ ആണ്. പ്രിൻറ്റ് ലേഔട്ട് വ്യൂ. ദ ടോട്ടൽ നമ്പർ ഓഫ് പേജസ് അല്ലെങ്കിൽ വേർഡ്സ് ഇൻ എ ഡോക്യുമെൻറ്റ് ആർ ഡിസ്പ്ലേഡ് അറ്റ് ഡാഷ്. ടോട്ടൽ നമ്പർ ഓഫ് പേജസും വേർഡ്സൊക്കെ എവിടെയാണ്? സ്റ്റാറ്റസ് ബാറിലാണ് ഉണ്ടാവുക. വാട്ടർമാർക്ക് ഈസ് ഫൗണ്ട് ഇൻ ദ ഡാഷ്. വാട്ടർമാർക്ക് കാണുന്നത് പേജിൽ ബാക്ക്ഗ്രൗണ്ട് ഗ്രൂപ്പിലാണ്. ബുക്ക് മാർക്സ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ ഡാഷ്. ബുക്ക് മാർക്സ് എവിടെയാണ്? ലിങ്ക്സ് ഗ്രൂപ്പിലാണ് ഉണ്ടാവുന്നത്. ടു ഇൻക്ലൂഡ് എ ലാർജ് ക്യാപിറ്റൽ ലെറ്റർ ഇൻ ദ ബിഗിനിങ് ഓഫ് ദ പാരഗ്രാഫ്. അതായത് ഒരു പാരഗ്രാഫ് തുടങ്ങുമ്പോൾ ഫസ്റ്റ് തന്നെ ഒരു വലിയ ക്യാപിറ്റൽ ലെറ്റർ ആണെങ്കിൽ നമ്മൾ ഡ്രോപ്പ് ക്യാപ്പ് വേണം യൂസ് ചെയ്യാൻ. ഫോർ സജസ്റ്റിംഗ് അതർ വേർഡ് വിത്ത് എ സിമിലർ മീനിങ് ദാറ്റ് യു ഹാവ് ടു സെലക്ട്. അതായത് നമ്മൾ സെലക്ട് ചെയ്ത ഒരു വേർഡിൻ്റെ സിമിലർ ആയിട്ടുള്ള മീനിങ് ഉള്ളത് വരാനാണ് തെസാറസ്. ഓറിയൻറ്റേഷൻ കമാൻഡ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ പേജ് സെറ്റപ്പ് ഗ്രൂപ്പിലാണ് ഓറിയൻറ്റേഷൻ കമാൻഡ് വരുന്നത്. ദ എക്സ്റ്റൻഷൻ ഓഫ് MS Word 2010 ഡോക്യുമെൻറ്റ് എന്താണ്? അതിൻ്റെ എക്സ്റ്റൻഷൻ .docx ആണ് അല്ലേ? വിച്ച് കമാൻഡ് ഈസ് യൂസ് ടു സ്റ്റോർ ദ ഡ്യൂപ്ലിക്കേറ്റ് ഓഫ് ദ ആക്റ്റീവ് ഡോക്യുമെൻറ്റ് പെർമനൻ്റ്ലി. ഏത് കമാൻഡാണ് ഒരു ആക്റ്റീവ് ഡോക്യുമെൻറ്റിൻ്റെ ഡ്യൂപ്ലിക്കേറ്റിനെ പെർമനൻ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്? സേവ് ആസ് എന്നുള്ള കമാൻഡാണ്. വാട്ട് ഈസ് ദ സൈസ് ഓഫ് A4 പേപ്പർ? ഒരു A4 പേപ്പറിൻ്റെ സൈസ് 8.27 inches into 11.69 inches ആണ്. വാട്ട് മെനു ഈസ് യൂസ് ടു കസ്റ്റമൈസ് ദ റിബൺ? റിബൺ കസ്റ്റമൈസ് ചെയ്യാൻ ഫയൽസിൽ ഓപ്ഷൻസിൽ കസ്റ്റമൈസ് റിബൺ ക്ലിക്ക് ചെയ്യണം. ഇനി ടു ഇൻസേർട്ട് ബിൽട്ട് ഇൻ ടേബിൾസ്, അതായത് ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ടേബിൾസ് ഉണ്ടാവും, അത് നമുക്ക് ഇൻസേർട്ട് ചെയ്യാനാണ് ക്വിക്ക് ടേബിൾസ്. സൂപ്പർസ്ക്രിപ്റ്റ് ആൻഡ് സബ്സ്ക്രിപ്റ്റ് അവൈലബിൾ ഇൻ വിച്ച് ഗ്രൂപ്പ്? ഫോണ്ട് ഗ്രൂപ്പിലാണ് സൂപ്പർസ്ക്രിപ്റ്റും സബ്സ്ക്രിപ്റ്റും അവൈലബിൾ ആയിട്ടുള്ളത്. വാട്ട് ഈസ് എ ഗട്ടർ മാർജിൻ? ഗട്ടർ മാർജിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർജിൻ പ്രൊവൈഡ്സ് എക്സ്ട്രാ സ്പേസ് ഫോർ ബൈൻഡിങ് അറ്റ് ദ ടോപ്പ് ഓർ ലെഫ്റ്റ് ഓഫ് ദ ഡോക്യുമെൻറ്റ്. ലെഫ്റ്റിലും ടോപ്പിലും എക്സ്ട്രാ സ്പേസ് ബൈൻഡിങ്ങിന് കൊടുക്കും, അതിനാണ് ഗട്ടർ മാർജിൻ എന്ന് പറയുന്നത്. എ ഡെസിമൽ ടാബ് സ്റ്റോപ്പ് ഈസ് യൂസ് ടു അലൈൻ നമ്പേഴ്സ് അറ്റ് ഡാഷ്. ഒരു ഡെസിമൽ ടാബ് സ്റ്റോപ്പ് നമ്മൾ നമ്പേഴ്സിനെ അലൈൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് ദ ഡെസിമൽ പോയിൻറ്റ് ടാബ് സ്റ്റോപ്പ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ടു ക്രിയേറ്റ് എ മാക്രോ? ഒരു മാക്രോ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക? വ്യൂവിൽ മാക്രോയിൽ
റെക്കോർഡ് മാക്രോ എന്നുള്ളത് എടുക്കുക. ദ വിസാർഡ് വിച്ച് ഈസ് യൂസ്ഡ് ടു സെൻഡ് ഫോം ലെറ്റേഴ്സ് സെൻഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന വിസാർഡാണ് മെയിൽ മെർജ്. അണ്ടർ മെയിലിംഗ്സ് ടാബ് എൻവലപ്സ് ആൻഡ് ലേബിൾസ് കണ്ടെയ്ൻ ഇൻ വിച്ച് മെനു? ഏത് മെനുവിലാണ്? ക്രിയേറ്റ് മെനുവിലാണ് മെയിലിംഗ്സ് ടാബിൽ എൻവലപ്പും ലേബലും ഉണ്ടാവുക. വെർ ഡു വി ഫൈൻഡ് ദ ടാബ് ട്രാൻസ്ലേറ്റർ ഇൻ MS Word 10? MS Word 10ൽ നമ്മൾ ടാബ് ട്രാൻസ്ലേറ്റർ എവിടെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്? റിവ്യൂ ലാംഗ്വേജിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെർ ഡു വി ഫൈൻഡ് ദ ആക്സെപ്റ്റ് ടൂൾ? ആക്സെപ്റ്റ് ടൂള് റിവ്യൂവിൽ ചേഞ്ചസിലാണ് ആക്സെപ്റ്റ് ടൂൾ കാണാം. ഹൗ ടു റിമൂവ് ഹെഡർ ഫ്രം ദ പേജ് ഓഫ് എ ഡോക്യുമെൻറ്റ്? ഒരു ഡോക്യുമെൻറ്റിലെ ഹെഡർ ഇങ്ങനെയൊക്കെ കൊടുക്കുന്ന ഹെഡർ നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് എന്താണ് അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് അത് പിന്നെ ഡിലീറ്റ് ചെയ്താൽ മതി അല്ലേ. ഫൈൻഡ് ഔട്ട് ദ വൺ നോട്ട് റിലേറ്റഡ് ടു മെയിൽ മെർജുമായി റിലേറ്റ് ചെയ്യാത്തത്. അപ്പോൾ നോട്ട് അടിയിൽ വരച്ചിട്ട് വേണം ഉത്തരം നോക്കാൻ. ഔട്ട്ലൈനാണ് അതിൽ പെടാത്തത്. ലെറ്റേഴ്സും എൻവലപ്സും ലേബിൾസും ഒക്കെ മെയിൽ മെർജിൽ പെടുന്നതാണ്. ടു മൂവ് ദ ടോപ്പ് ഓഫ് ദ വിൻഡോ ദ കീബോർഡ് ഷോർട്ട് കട്ട് ഈസ് ഡാഷ്. അതായത് ഒരു വിൻഡോൻ്റെ ടോപ്പിലേക്ക് മൂവ് ചെയ്യാനുള്ള കീബോർഡിലെ ഷോർട്ട് കട്ടാണ് Alt Control Page Up. To move the end of the window the keyboard shortcut is dash. വിൻഡോൻ്റെ എൻഡിലേക്ക് വരാൻ Alt Control Page Down. To open selection pane the shortcut key is സെലക്ഷൻ പെയിൻ എന്നുള്ളത് ഓപ്പൺ ചെയ്യാനുള്ള ഷോർട്ട് കട്ട് കീ ഏതാണ്? Alt + F10 ആണ്. ഇനി ടു എക്സ്പാൻഡ് ഓർ കൊളാപ്സ് റിബൺ ദ ഷോർട്ട് കട്ട് കീ, അതായത് ഒരു റിബണിനെ എക്സ്പാൻഡ് ചെയ്യാനോ കൊളാപ്സ് ചെയ്യാനോ ഉപയോഗിക്കുന്ന ഷോർട്ട് കട്ട് കീ ആണ് Ctrl + F1. ടു ഡിസ്പ്ലേ ദ ഷോർട്ട് മെനു ഫോർ എ സെലക്റ്റഡ് ഐറ്റം ദ ഷോർട്ട് കട്ട് കീ ഏതാണ്? Shift + F6 ആണ്. ഷോർട്ട് കട്ട് മെനു ഒരു സെലക്റ്റഡ് ഐറ്റത്തിൽ ഷോർട്ട് കട്ട് മെനു ഡിസ്പ്ലേ ചെയ്യാൻ. ദ ടൂൾ യൂസ് ടു സെൻഡ് ഫോം ലെറ്റേഴ്സ് ഇൻ MS വേർഡിൽ ഫോം ലെറ്റേഴ്സ് സെൻഡ് ചെയ്യാനുള്ള ടൂളാണ് മെയിൽ മെർജ്. ഫൈൻഡ് ഔട്ട് വിച്ച് ഡോക്യുമെൻറ്റ് ഗീവ്സ് ദ കറക്റ്റ് സീക്വൻസ് ഓഫ് മെയിൽ മെർജ് വിസാർഡ്. മെയിൽ മെർജ് വിസാർഡ് അത് ചെയ്യുന്നതിൻ്റെ കറക്റ്റ് സീക്വൻസ് ഓർഡറാണ് ചോദിച്ചേക്കുന്നത്. ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് മെയിൽ മെർജ്, അത് കഴിഞ്ഞിട്ട് സെലക്ട് റെസിപ്പിയൻറ്റ്, ആർക്കൊക്കെ അയക്കണം എന്നുള്ളത് സെലക്ട് ചെയ്യണം. ഇൻസേർട്ട് മെർജ് ഫീൽഡ്, മെർജ് ചെയ്യാനുള്ള ഫീൽഡ് ഇൻസേർട്ട് ചെയ്യണം. ഫിനിഷ് ആൻഡ് മെർജ്, ഇതാണ് മെയിൽ മെർജിൻ്റെ കറക്റ്റായിട്ടുള്ള സീക്വൻസ്. ഇനി ദ കമാൻഡ് ഇൻസേർട്ട് ക്യാപ്ഷൻ ഈസ് ഫൗണ്ട് ഇൻ വിച്ച് ഗ്രൂപ്പ് ഓഫ് റെഫറൻസ് ടാബ്? ഏത് റെഫറൻസ് ടാബിൻ്റെ ഗ്രൂപ്പിലാണ് ഇൻസേർട്ട് ക്യാപ്ഷൻ എന്നുള്ള കമാൻഡ് കാണുക? ക്യാപ്ഷൻസിൽ. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് കീബോർഡ് ഷോർട്ട് കട്ട് ടു റെക്കോർഡ് എ മാക്രോ? ഒരു മാക്രോ റെക്കോർഡ് ചെയ്യാനുള്ള കീവേഡ് Alt + F8 ആണ്. വാട്ട് ഈസ് എ കമാൻഡ് യൂസ് ടു അസൈൻ എ നെയിം ടു എ സ്പെസിഫിക് പോയിന്റ്? ഒരു സ്പെസിഫിക് പോയിൻ്റിനൊരു നെയിം കൊടുക്കാൻ അസൈൻ ചെയ്യാനാണ് ബുക്ക് മാർക്ക് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഈ പോർഷൻ ഇവിടെ വെച്ച് നിർത്താണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇമേജ് എഡിറ്റിങ്ങും പ്രസൻറ്റേഷനും അതിൻ്റെ ക്ലാസ്സസാണ് നെക്സ്റ്റ് വരുന്നത്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്ക് എത്രയും പെട്ടെന്ന് എത്താൻ പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, താങ്ക് യു.